എന്താണ് ഈ ബഫൺ നീഡിൽ പ്രോബ്ലം എന്ന് പറയുന്നത്? ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ജോർജിയസ് ലൂയിസ് ലെക്ലർക്ക് കോംതെ ദെ ബഫൺ 1707 മുതൽ 1788 വരെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ 1777 എസ്സേദ് അരിത്മെറ്റിക് മോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ പറഞ്ഞു. അപ്പൊ എന്താ കാര്യം, നിങ്ങളൊരു പേപ്പർ, ഞാൻ ബഫൺ പറഞ്ഞ അത്ര ജനറൽ, നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നീണ്ട പരന്നൊരു പേപ്പർ, ചാർട്ട് പേപ്പർ പോലുള്ള വലിയൊരു, അതിങ്ങനെ നിലത്ത് പരത്തി അതിൽ നിറയെ പാരലൽ ആയിട്ടുള്ള ലൈൻസ്. ഈ എല്ലാ ലൈനുകളും തമ്മിലുള്ള അകലങ്ങൾ തുല്യമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ടൈലുകൾ വയ്ക്കുമ്പോൾ ഇതുപോലെ പാരലൈൻ്റെ കുറെ ലൈനുകളുണ്ട്. അപ്പൊ ഇതേപോലെ ഒരേ അകലത്തിലുള്ള പാരലൈൻസ് നിറയെ ഒരു പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്താ പറയാ ഒരു ഫ്ലോറിലാണ്. എന്നിട്ടൊരു സൂചി ഉണ്ട്. സൂചിയുടെ നീളം എങ്ങനെ ഇരിക്കണത് ഇതേ വരുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് സ്കെയിൽ ചെയ്യേണ്ടി നോക്കണം. നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, ഈ സൂചിയുടെ നീളം എന്ന് പറയുന്നത് ഈ രണ്ട് പാരലൈൻസ് തമ്മിലുള്ള അകലത്തിനാണ്. എന്താ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത്ര സിമ്പിൾ ആണ്. എന്താ അറിയോ, നിങ്ങൾ വിശേഷ പണിയൊന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഈ സൂചി എടുത്തിട്ട് ഈ നിലത്തേക്ക് പേപ്പറിലേക്ക്, അപ്പൊ സൂചി നേരത്തെ കയറുമ്പോൾ രണ്ട് ഇത് സംഭവിക്കും. ചിലപ്പോൾ എന്ത് സംഭവിക്കുക അറിയോ, സൂചി രണ്ട് ലൈനുകളുടെ ഇടയിൽ രണ്ടിനും ടച്ച് ചെയ്യാതെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈന് സൂചി ടച്ച് ചെയ്യാം. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറ് കുറെ തവണ, 100 തവണ, 1000 തവണ, 1,00,000 തവണ എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആകെ എത്ര തവണ നിങ്ങൾ എറിയുന്നു എന്നുള്ളത് നോട്ട് ചെയ്യണം. അതിൽ എത്ര തവണ സൂചി ഈ പറഞ്ഞ ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുള്ളതും ആദ്യം ഇതിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ആദ്യം ഉണ്ടാക്കി വെക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്താണോ അല്ലയോ എന്നുള്ളത് സംശയം വരാതിരിക്കാം. അതൊക്കെ ആദ്യം നമ്മൾ തീരുമാനിക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, 2 ഗുണം നമ്പർ ഓഫ് ആൾ ടോസസ്, അത് മൊത്തം ടോസുകളുടെ എണ്ണത്തിന് 2 കൊണ്ട് പിടിക്കുക. എന്നിട്ട് അതിന് ചെയ്യാം ഇന്റർസെക്ഷൻ ടോസസ്, അതായത് ഇതിനെ ടച്ച് ചെയ്ത ടോസ് കൊണ്ട് കിട്ടുന്നത് എന്തായിരിക്കും, പൈയുടെ ഒരു അപ്രോക്സിമേഷൻ. അത്ര നല്ല അപ്രോക്സിമേഷൻ ഒന്നും ആയിക്കോണമെന്നില്ല, കാരണം നിങ്ങൾ മടിയന്മാരായതുകൊണ്ട് ആദ്യം തവണ ഇത് ചെയ്തു വരില്ല. അപ്പൊ എന്ത് ചെയ്യാം, കൂടെ തവണ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം തവണ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പൈയുടെ നല്ല നല്ല അപ്രോക്സിമേഷൻ. അത്ഭുതമല്ല, ഈ പൈയും ഈ പറഞ്ഞ പ്രോബ്ലമായിട്ട് എന്ത് ബന്ധമാണ്? പാരലായിട്ടുള്ള ലൈൻസ് ഒരു സൂചിയാണ് അത്. അപ്പൊ ഇവിടെ എങ്ങനെ പൈ കയറി വന്നുള്ളത് വളരെ ഇതുപോലെ പല സ്ഥലം, ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥലം, നമ്പർ തിയറി, ഫിസിക്സില്, അങ്ങനെ പല പല സ്ഥലങ്ങളിലും പൈ അപ്രതീക്ഷിതമായി അതന്നെ പൈയുടെ ഈ ഒരു പ്രാധാന്യം പറഞ്ഞു. ഇത്രയൊക്കെ നമുക്ക് ഈ കേരളത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി പറയാൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർ അവരുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തണം. അത് ഏറ്റവും കഷ്ടപ്പെട്ട ചില ആൾക്കാരുടെ പേരുകളാണ്. അവരെ ബഹുമാനിക്കേണ്ടതില്ല, പക്ഷെ കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതെല്ലാം അറിയാം. ആദ്യം പറയേണ്ട ആളുടെ പേര് CM വിഷ്ണു, ചാൾസ് എം. അദ്ദേഹം നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇങ്ങനത്തെ പൊതുവെ ശാസ്ത്ര ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ള താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ നാട്ടിലുള്ള ഈ മാതിരിയുള്ള പാരമ്പര്യങ്ങളൊക്കെ ആണ്. അദ്ദേഹം സദൃഢമാല കർത്താവായ ശങ്കരവർമ്മയെ അദ്ദേഹം നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ള സംശയമുണ്ട്. പുതുമന സോമയാജിയുടെ മകന്റെ മകനെയോ മറ്റോ അദ്ദേഹം പരിചയപ്പെട്ടു. അപ്പൊ ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ പാരമ്പര്യമൊക്കെ കുറച്ച് ക്ഷീണദൃഷ്ടിയിലാകുന്ന ഒരു കാലത്താണ് അദ്ദേഹം വരുന്നത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന് അതിനെ പറ്റിയുള്ള പാരമ്പര്യങ്ങളും അതൊരു പേപ്പർ, ഞാൻ പേപ്പറിന്റെ കൊട്ടേഷൻ സായിപ്പ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള സായിപ്പാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. ചാൾസ് എം വിഷ്ണു എന്നാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേറെ സ്ലൈഡിൽ ആ പേപ്പറിന്റെ പേര് വരാം. TK കോയിലുമാസ്റ്ററുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കാര്യമായ താല്പര്യം പ്രകടിപ്പിക്കുകയും പുസ്തകങ്ങൾ എഴുതുന്ന ലേഖനങ്ങൾ എഴുതിച്ച ആളാണ്. CT രാജഗോപാൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ മുമ്പേ ഇന്റർഡക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. CT രാജഗോപാൽ, KV ശർമ്മ. ഈ KV ശർമ്മ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ മുമ്പ് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കേരളീയനാണ്. ഇദ്ദേഹം ഹോഷിയാർപൂർ, അടയാർ എന്ന പല സ്ഥലത്തും എന്താ പറയുക വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോഷിയാർപൂരിലാണ് ഒരുപാട് ഈ മാതിരിയുള്ള ലിറ്ററേച്ചറിൽ കണ്ടുപിടിച്ച് എത്ര കഷ്ടപ്പെടും. ഇതൊക്കെ എന്താ പറയുക, ഓരോരോ ഇല്ലങ്ങളിലും ഓരോരോ ഗ്രന്ഥപ്പുരകളിലും കിടന്ന് ഇങ്ങനെ ചെതലുടിച്ച് നശിച്ചു പോയി. മിക്ക
എനിക്ക് ഈ ഇലക്കാരൊക്കെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സാധാരണ നിലയ്ക്ക് മോർമൽ വരെ തൊടാനോ കാണാനോ സമ്മതിക്കുകയോ കണക്ക് വായിക്കാനോ അനുവാദം കൊടുക്കുകയോ ചെയ്യുന്ന പതിവില്ല. ആർക്കൊന്നും ഇത് കൊടുക്കാറില്ല. അത് അവിടെ കിടന്ന് ധരിച്ചു പോകുന്നതിൽ ആർക്കും യാതൊരു സന്ദർശനം. ഇനിയിപ്പോ ഈവൻ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെയോ ഒക്കെ ഇങ്ങനെയുള്ള താളികളെ ഗ്രന്ഥാലയങ്ങളിൽ പോലും ഇതൊക്കെ കിടന്ന് നമുക്ക് ഒരു നല്ല തളികളെ ഗ്രന്ഥാലയം അതില് പല മനസ്സിലുകളും വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വളരെ നല്ല ഐറ്റമാണ്. പക്ഷെ മുമ്പൊന്നും ആയിരുന്നില്ല. ഇത്രത്തോടെ അന്ന് ഒരു നമ്പൂരി മാഷ്, അതുപോലെ ദാമോദർ എന്നൊക്കെ പറഞ്ഞുള്ള ചില ആൾക്കാർ, അവരൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്തതല്ല. അവർക്ക് ഇതിലുള്ള ഈ ജോലിയിലുള്ള താല്പര്യം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ താളികളൊക്കെ ഓമന മക്കളെ പോലെ താരൊഴിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് പറയുന്നത്. പക്ഷെ പല സ്ഥലങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല, ധരിച്ചു പോകും. ഈവൻ വലിയ വലിയ ഗ്രന്ഥാലയങ്ങളിൽ പോയി. അപ്പോൾ ഇതൊക്കെ നടന്ന് കണ്ടുപിടിച്ച് അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും വിശദീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ആളാണ് കെ. ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുണ്ടാവേണ്ട ഒരാളാണ് കെ. വി. ശർമ്മ. കെ. ബാലഗംഗ, അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം കേരള യൂണിവേഴ്സിറ്റിയിലും കുറച്ചധികം കാലം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർക്കാരനാണ്, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹം ഈ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ്. അതിനെ പറ്റിയുള്ള ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറെ കാലം നടക്കാനൊക്കെ അവസരം കിട്ടുന്ന അദ്ദേഹം ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ഞാനന്നോട് ലെക്ചറായിട്ട് ചേർന്നിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറവ് കിട്ടിയാലും മറ്റും പോയി അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഇതുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടി. എസ്. സരസ്വതി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് പുസ്തകത്തെ പറ്റി. ഒരു മലയാളിയാണ്. സി. ശ്രീനിവാസ അയ്യങ്കാർ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. രാമവർമ്മ മരുത്തമ്പുരാനും അഖിലേഷ് അയ്യങ്കാരാണ് ആദ്യമായിട്ട് ഹിന്ദി ഭാഷ പബ്ലിഷ് ചെയ്തത്. കോഴിക്കോട് തൃശ്ശൂർ മംഗളോദയത്തിൽ. വേദമൂർത്തി അയ്യർ, എ. വെങ്കട്ടരാമൻ, ആർ. സി. ഗുപ്ത. ആർ. സി. ഗുപ്തൊക്കെ ഇന്ത്യയിലെ ഈ ഗണിതശാസ്ത്ര പാരമ്പര്യത്തെ പറ്റി പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എ. കെ. ബാബു, കെ. എസ്. ശുക്ല, ഇവരൊക്കെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. മുകുന്ദമാല, എം. എസ്. രംഗാചാര്യ, ഇതൊക്കെ മദ്രാസ് കേന്ദ്രീകരികളൊക്കെ. ഉപ്പണ്ണ ശാസ്ത്രി ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇങ്ങനത്തെ ചില പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത ഒരാളാണ് ഉപ്പണ്ണ ശാസ്ത്രി. കുഞ്ഞുണ്ണി രാജ. കുഞ്ഞുണ്ണി രാജ ഞാൻ മുമ്പ് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മേഖലയിൽ സപ്പോർട്ട് ചെയ്തുള്ള. എസ്. പരമേശ്വരൻ, അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റി. എം. എസ്. ശ്രീറാം, കെ. രാമസുബ്രഹ്മണ്യൻ, എം. ഡി. സി, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. ഇവരൊക്കെ ഇപ്പം ഈ പറഞ്ഞ മാതിരിയുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇതുപോലെ കുറച്ചൊക്കെ താല്പര്യം ഒരാളാണ് ഞങ്ങൾ എൻ്റെ വ്യൂ ചെയ്യുന്ന പ്രൊഫസർ കീത്ത് വിക്രം. അദ്ദേഹം ശ്രമിക്കുകയാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തത്. അദ്ദേഹമാണ് ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാക്കാൻ ഇടയായിട്ടുള്ള അത് അദ്ദേഹം ഗണിതശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശേഷ സ്കൂൾ കുട്ടികൾക്കും സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള അതിൽ പെട്ട ഇതുപോലെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് സ്കൂൾ മതി. വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും പേര് പറയാൻ പറ്റും. ഞാൻ ചില ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞു. ഇതാണ് ആദ്യമായിട്ട് ഈ മേഖലയിൽ വന്നത്. ചാൾസ് എം. വിഷ്, അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഓൺ ദ ഹിന്ദു ക്വാഡ്രാച്ചർ ഓഫ് ദ സർക്കിൾ. ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആൾക്കാരാണ്. ആൻഡ് ദ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സർക്കംഫറൻസ് ടു ദ ഡയമീറ്റർ എക്സിബിറ്റഡ് ഇൻ 4 ശാസ്ത്രാസ്. ദ തന്ത്രസംഗ്രഹം നിലയുടെ സൊസൈറ്റിയുടെ, യുക്തിഭാഷ ജ്യേഷ്ഠദേവന്റെ, കരണപദ്ധതി നമ്മൾ പറഞ്ഞ പുതുമന സൊസൈറ്റിയുടെ, സദ്രത്നമാല ശങ്കരവർമ്മ. ഈ പറഞ്ഞ 4 കൃതികളിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പുരുഷന്റെ പേപ്പറിൽ ചില അപാകതകൾ, ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ആ വഴിയാണ് നമ്മൾ പലർക്കും ഇതിനെപ്പറ്റി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മറ്റു പല ആൾക്കാരെ തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത്, ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ പേപ്പർ വേണ്ടതിന്റെ ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടില്ല. ഒരുപാട് കാലം അത് ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയാണ്. വളരെ പിന്നീടാണ് ആ പേപ്പറെ പറ്റി ആൾക്കാരെ പഠിക്കുന്നത്, മറ്റു വിവരങ്ങൾ വരുന്നത്. ഇത് 1834 അതിന് മുമ്പ് അദ്ദേഹം ഇവരുടെ ഈ റോയൽ സൊസൈറ്റിയുടെ ഒരു സെമിനാറിൽ ഈ വിഷയം അവതരിപ്പിക്കും.
ഇത് ഞാൻ കാണിച്ചതൊന്നും ഇതൊക്കെ ഞാൻ കാണിച്ചതെന്ന് തോന്നുന്നു. കേരള സാഹിത്യചരിത്രം, സംസ്കൃത സാഹിത്യചരിത്രം, വടക്കൻകൂറിന്റെ മയൂരശിഖ, ഭാരതീയ ശാസ്ത്രമഞ്ജുഷ. ഭാരതീയ ശാസ്ത്രമഞ്ജുഷ കിട്ടുന്നൊന്നും കേട്ടോ, എന്താ പറയുക, ഞാനത് അതിന്റെ ഈ MS ശ്രീധരൻ എന്ന് പറഞ്ഞ ആളോട് നേരിട്ട് പോസ്റ്റലായിട്ട് എഴുതി വരുത്തിയതാണ്. അതേപ്പറ്റി ജീവിച്ചിരിപ്പില്ല കിട്ടാൻ പറ്റുന്നത്. പക്ഷെ അതിന് ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ നടന്ന കോൺട്രിബ്യൂഷനെ പറ്റി എല്ലാം കൂടി കളക്ട് ചെയ്തു. ഗണിത യുക്തി ഭാഷ ഇത് പരമേശ്വരന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ്. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ മാത്സ്. PP ദിവാകരൻ, അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചില് ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചില് ഫിസിക്സ് ക്വാണ്ടം ഫീൽഡ് തിയറി പറ്റുന്ന അദ്ദേഹത്തിന്റെ വിഷയം. പക്ഷെ അദ്ദേഹത്തിന് ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ കുറച്ച് താല്പര്യമുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈയിടെ ഒരു പുസ്തകം 2017 ഒരു പുസ്തകം published. അതിന്റെ പേരാണ് മാത്തമാറ്റിക്സ് ഓഫ് ഇന്ത്യ, ദ മാത്തമാറ്റിക്സ് ഓഫ് ഇന്ത്യ കൺസെപ്റ്റ്സ്, മെത്തേഡ്സ് ആൻഡ് കണക്ഷൻസ്, ഹിന്ദുസ്ഥാൻ ബുക്ക് ഏജൻസി. ഈ ബുക്ക് ഈയിടെ വന്നിട്ടേ ഉള്ളൂ. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ട്. അദ്ദേഹം ഇതിനെല്ലാം ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. വളരെയും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നമ്മൾ വായിക്കേണ്ടതാണ്. അല്ല, ഈ ദിവാകരൻ ഇതുപോലെ നിരവധി ഈ വിഷയത്തിൽ എന്താ പറയുക വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുമായിട്ടും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പറഞ്ഞ പ്രഭാഷണ പരമ്പരയിലെ ചില കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നിൽ വന്നത്. തീർച്ചയായിട്ടും അവരെല്ലാവരോടും നന്ദി പറയുന്നത്. പിന്നീട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കേരള ചരിത്രത്തിൽ എന്ത് സംഭവിക്കുന്നു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു. കാരണം ഇവിടെ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അതായത് ഒരു പ്രത്യേക കാലത്ത് കേരളത്തില് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഗണിതശാസ്ത്ര ചിന്തകൾ വളരെ കാര്യമായിട്ട് വരുന്നു. അത് വളരെയധികം ഉയർന്ന രീതിയിൽ എത്തുന്നു. ഈവൻ മലയാള ഭാഷയിൽ തന്നെ കൃതികൾ വരാൻ തുടങ്ങുന്നുണ്ട്, വ്യാഖ്യാനങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രമേണ അത് ഇല്ലാതായി വളരെ പെട്ടെന്ന് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികമായി ഒരു ചോദ്യം. പക്ഷെ നമ്മൾ ആ കാലത്തെ ചരിത്രത്തെ പറ്റി പോലും കുറച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉദാഹരണം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. ആദ്യകാലത്തുള്ള നമ്മുടെ എന്താ പറയുക മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പറഞ്ഞ തിരുമാക്കന്മാരുടെ MGS നാരായണനൊക്കെ പറഞ്ഞു. അവരുടെ കഥ അതിൽപ്പെട്ട ഒരാളുടെ കാലത്താണ് നമ്മുടെ ശങ്കരനാരായണൻ. പെരുമാക്കന്മാരുടെ ഭരണമൊക്കെ ഏകദേശം ഒരു 12-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇല്ലാതെ വെച്ചു. അവസാനത്തെ പെരുമാൾ മക്കത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ. എന്തായാലും പെരുമാക്കന്മാരുടെ ഭരണം ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ തീരും. അപ്പോഴേക്ക് കേരളത്തിൽ വേറെ ചില മാറ്റങ്ങളൊക്കെ, ചില നാടുവാഴികളൊക്കെ വളരെ പ്രബലന്മാരുണ്ട്. ഒരുപാട് സ്വരൂപങ്ങൾ ശക്തമായി പോയി. അതിലെ കഥയുണ്ട്. ഈ അവസാനത്തെ പെരുമാൾ കേരളം ഇങ്ങനെ വിഭജിച്ചിട്ട് ഓരോരോ സ്വരൂപങ്ങൾ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പം ഒരാളെ വിട്ടുപോയി. അതായത് നെടിയിരുപ്പ് കേന്ദ്രമായിട്ടുള്ള ഏറാടി, മാനിച്ചൻ വിക്കിരെന്ന് പറഞ്ഞിട്ടുള്ള 2 ഏറാടിമാരെ, അവരുടെ പേരും ഈ പെരുമാളിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പോയിട്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കൊടുത്തപ്പോ ഇവരെ 2 പേരും ഇദ്ദേഹം മറന്നുപോയി. ഇവര് തിരിച്ചു വന്നപ്പം വളരെ ഇവര് 2 പേരുടെ സ്നേഹക്കുറവൊന്നുമില്ല, വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ കൊടുക്കാൻ ഇയാളെ ഈ കാര്യമായിട്ടൊന്നും ബാക്കിയില്ല. ഈ ഫാമിലി ഇതാണ് നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്കുള്ള റോഡിൽ കൊണ്ടോട്ടി സ്ഥലത്ത്, കൊണ്ടോട്ടി കുറച്ചുകൂടെ ആണ് മലപ്പുറത്തുള്ള സ്ഥലമാണ്. വളരെ ചെറിയ സ്ഥലമാണ്. അവിടെ ഏറാടി നായന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെ, അതിൽപ്പെട്ട ഒരു ഫാമിലിയാണ് നെടിയിരുപ്പ്. അവരവിടെ ചുറ്റുപോലെ കുറച്ച് സ്ഥലമൊക്കെ അവർക്ക്. അവരുടെ ഈ ഏറാടിന്റെ പേര് തന്നെ വരുന്നത് ഏറനാട്ട് നിന്നാണ്. ഏറനാട്ടിൽ നിന്ന് ഈ മൂരി എന്താ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കാളയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരാണ്. അപ്പൊ ആ ഏറനാട് അവരുടെ കയ്യിലായി. ഇവർക്ക് അത്യാവശ്യം കേരളത്തിൽ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നത് കേട്ടത്. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല പ്രധാനപ്പെട്ട രേഖകളിലും സാക്ഷികളായും മറ്റും ഇവരുടെ പേര് വരും.
പെരുമാക്കന്മാര് ഇവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. കാരണം പല പ്രധാനപ്പെട്ട രേഖകളിലും ഈ ഏറനാട്ടിലുണ്ടായവരുടെ പേര് കാണാം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല സമയത്ത് നടന്ന പല പ്രധാനപ്പെട്ട രേഖകളും, അത് ഈ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒരാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ രേഖകളിലെല്ലാം ഇവരുടെ പേര്. എന്ന് പറഞ്ഞാൽ ഇവര് ഈ പെരുമാക്കന്മാരുടെ കീഴിൽ ഭരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നാടുവാഴികളായിരുന്നു. പെരുമാക്കന്മാരുടെ നല്ല ബന്ധമുണ്ട്. പക്ഷെ എന്തോ കഷ്ടകാലത്തിന് ഈ സ്വത്ത് പോയിരിക്കുന്ന സമയത്ത് ഇവര് യുദ്ധം ചെയ്യാൻ പോകാൻ ഇവർക്ക് വേണമെന്ന് കിട്ടില്ല. അങ്ങനെ വന്നു പാവം പെരുമാളുടെ കയ്യിൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ബാക്കിയുള്ള ഒരു കൊക്കോഴിക്കോടും ചുള്ളിക്കാടും ബാക്കിയുണ്ട്. കൊക്കോഴിയുടെ പറഞ്ഞത് കാക്ക മുയൽ കേൾക്കുന്ന ഒത്തിരി. ചുള്ളിക്കാടെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ എന്താ പറയാ ഈ മാർഷിയായിട്ട് അതിങ്ങനെ ചതുപ്പായിട്ട് കിടക്കുന്ന പോലെ. അവിടെ ഒന്നുമില്ല. അവിടെ ഇങ്ങനെ എന്താ പറയാ ഈ കടലെതിരായതുകൊണ്ട് ചിലപ്പോൾ വല്ല ഉപ്പളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശേഷിച്ച് യാതൊരു ഉപയോഗമില്ലാതെ വെറുതെ ശൂന്യമായി കിടന്നു. ഇത് സത്യമാരുടെ എല്ലാം കൊടുത്തപ്പോ ഇതാരും ചോദിച്ചു വാങ്ങൂലല്ലോ ഇങ്ങനെയുള്ള മോശ സ്ഥലം. അങ്ങനെ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന 2 സ്ഥലം. അപ്പൊ ഇയാൾ എന്താ വെച്ചാൽ ഈ ബാക്കിയുള്ള 2 സ്ഥലങ്ങളും പിന്നെ അയാളുടെ കയ്യിലൊരു വാളുണ്ട്. ആ വാളും പിന്നെ ഇതൊരു പൊട്ട ശംഖു കൊടുത്തോ സംശയം. ഇതൊക്കെ പടക്കൂടിയാണ് ഇവർക്ക് സ്നേഹപൂർവ്വം. അയാൾ വലിയ സ്നേഹപൂർവ്വം വാങ്ങും. അയാൾ വേറെ കാര്യങ്ങളുണ്ട്. ഇതിനെ കൂടെ അയാൾക്ക് നല്ല ഒരു ഉപദേശം കൊടുത്തത് ചത്തും കൊന്നും അടക്കിക്കൊള്ളാം. ഇതെല്ലാം കൊടുത്തിട്ട് ഒരു അനുഗ്രഹം കൊടുക്കും. ചത്തും കൊന്നും അടക്കിക്കൊടുക്കാം. അതേപോലെ അവർ നല്ല കൃത്യമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. നല്ല പോരാളികളായിരുന്നു. ഈ സമയത്തിന് അവർ യുദ്ധം ചെയ്യാൻ പോയല്ലേ. മാനിച്ചൻ വിക്രമെന്നുള്ള 2 കരാടെ സംഘടന. ഈ മാനവിക്രമൻ എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ അവരുടെ പേര് വരുന്നതാണ്. അതായത് ഇവരുടെ ഒരു സ്ഥാനപ്പേരാണ്. ഇവര് എന്തായാലും പെരുമാൾ കാര്യം വേണ്ടത് കൊടുത്തില്ലെങ്കിലും അവർ പരിഭവമൊന്നും കാണില്ല. പെരുമാൾ പറഞ്ഞ പണി അവർ ശരിക്കും വേണ്ടതുപോലെ തന്നെ ചെയ്തു. അവര് അവരുടെ ഭൂമി വികസിപ്പിക്കാൻ വേണ്ടി പോരാടും. ചാവാനും പഠിച്ചില്ല, പോരാടും. അവരെന്ന് വെച്ചാൽ ഈ സ്ഥലം കിട്ടില്ല. പക്ഷെ ഈ സ്ഥലം കിട്ടിയിട്ട് അവർക്ക് വലിയ കാര്യമില്ല. കാരണം അവരെ വീട് എവിടെ നെടിയിരുപ്പല്ലേ. നെടിയിരുപ്പ് തമ്മിൽ വളരെ അകലുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ കൂടി ഇവരുടെ കയ്യിലായാലേ കാര്യമുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിലാണെങ്കിൽ വളരെ ഗോർലാദിനി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പന്തിയങ്കരക്ക് എതിരമായിട്ട് ഒരു നല്ല നാടുവാഴി. അതിന്റെ ഇടയിൽ വേറെ പല കർഷകരും പല അപ്പൊ ഇത് ക്രമേണ ഈ പറഞ്ഞ പാർട്ടികളെല്ലാം തോപ്പിച്ച് ഇതൊക്കെ കൈവയ്ക്കലാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇങ്ങോട്ട് വേണ്ടത് ഒരു ആക്സസ് കിട്ടും. അല്ലെ 2 കഷ്ടമായിട്ട് കിട്ടിയില്ലേ. ഗോർലാദിനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് തോപ്പിക്കാൻ പറ്റും. അവസാനം വളരെ കാര്യമായ ചതിയിലൂടെ ഈ ഗോർലാദിനിയുടെ ഒരു ബന്ധമുള്ള ഒരു സ്ത്രീയെയും മന്ത്രിനെയൊക്കെ കയ്യിലാക്കി അവർ അവസാനം പന്തിയും കയറിച്ചു. അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട് കോട്ടയുണ്ടാക്കി. കോഴിക്കോട് തുറമുഖാരിയുമാണ്. പൊന്നാനി കുറച്ചും കഴിഞ്ഞിട്ടാണ്. പൊന്നാനി കുറച്ചും കഴിഞ്ഞിട്ട് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി അടുത്തുള്ള നെടിയിരുപ്പാണ് ഇവിടെ. അവർക്ക് ഒരുപാട് സമയം പിടിച്ചത്. കോഴിക്കോട്ടേക്ക് അവർക്ക് എത്തണമെങ്കിലുള്ള വലിയൊരു തടസ്സമായിരുന്നു ഈ ഗോർലാദിനി. അപ്പൊ അദ്ദേഹത്തിന് തളിയിലെ അമ്പലത്തിന്റെ സ്വാധീനിക്കുന്ന കുറെ ബ്രാഹ്മണരുണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ ഹിംസിച്ചു കൊന്നതാണ്. അങ്ങനെ ഇവിടെ ഇപ്പൊ ഈ പ്രദേശം മുഴുവനാക്കി. പിന്നെ അത് വികസിച്ച് ക്രമേണ പൊന്നാനി, എന്താ പറയാ, വെട്ടനാടൊക്കെ ഒരു നല്ല ബന്ധം. വെട്ടനാടൊക്കെയാണ് ഈ പറഞ്ഞ നമ്മളെ പല സംഭവങ്ങൾ നടക്കുന്നത്. അവിടുത്തെ നാടുവാഴികളൊക്കെ സാമ്രാജ്യാവിന്റെ നല്ല ബന്ധത്തിലായി. ചിലപ്പോൾ എതിർപ്പുണ്ടായി. പൊതുവെ അവർക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ തെക്കോട്ട് പൊന്നാനി പിടിച്ചു. ഇവര് എന്താ പറയാ മാമാങ്കം എന്നൊരു വലിയൊരു മഹോത്സവം നടക്കുന്ന തിരുനാവായ, അത് വെള്ളാട്ടറി എന്നൊരു സ്വരൂപത്തിന്റെ കയ്യിലായിരുന്നു. അവരെ തോപ്പിച്ചു. അങ്ങനെ മാമാങ്കത്തിൽ ഇയാളുടെ കസ്റ്റഡിയിലായി. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോഴിക്കോട് ഒരു വലിയ തുറമുഖമാക്കി വരും. ഞങ്ങൾ ഒന്നിനു കൊള്ളാത്ത കോഴിക്കോടും ചുള്ളിക്കാടും ആയി വേസ്റ്റായി കിടന്ന സ്ഥലം ഇവര് അതെടുക്കുന്നതിന് വേറൊരു കാര്യം കൂടിയിട്ട് അറബി കച്ചവടക്കാർ. അറബികളായിരുന്നു ഇവിടെ. എന്താ പറയുക, കേരളത്തിന്റെ വലിയ പ്രാധാന്യം പറഞ്ഞല്ലോ. ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതിയായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വ്യാപാരത്തിന് ഒരു പ്രധാനപ്പെട്ട കൂട്ടം അറബികളായിരുന്നു. അറബികളും മുസ്ലിങ്ങളുമായി ഈ പറഞ്ഞ സാമൂഹ്യക്ക് വളരെ നല്ല ബന്ധമാണ്. അതാണ് ഈ കോഴിക്കോടിന്റെ അഭിവൃദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അറബികൾ മാത്രമല്ല, ചൈനക്കാരും അങ്ങനെ മറ്റ് പല വിവിധ ഡെവലപ്പ് ചെയ്തപ്പം വിവിധ സമുദായക്കാരായ വിവിധ രാജ്യക്കാരായ ആൾക്കാർ കോഴിക്കോട് വരാം. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു തുറമുഖ നഗരമായി ഇങ്ങനെ വളർന്നതിൽ ഈ അറബി കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധം. അറബി കച്ചവടക്കാരും പിന്നെ ആ കച്ചവടക്കാർ ഇവിടെ വന്നുണ്ടായി. അവരുള്ള ബന്ധത്തിൽ ഒരുപാട് ഇവിടെ കുറെ അവരുടെ തലമുറക്കാരുണ്ടായി. പിന്നെ കുറെ ആൾക്കാർ കൺവേർട്ട് ചെയ്തുള്ള കുറെ മുസ്ലിങ്ങളായി. ഇങ്ങനെ മുസ്ലിങ്ങളും
സാമൂഹ്യം തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ടായി. സാമൂഹ്യത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ബന്ധുക്കളാണ് കുഞ്ഞാലി മരക്കാൻ, അതുപോലെ അവരുടെ അഡ്മിറൽസ് ഷാബന്തർ കോയ എന്നിട്ട് ഒരു കോഴിക്കോട് കോയെ അദ്ദേഹം പൊന്നാനിയിൽ അധികാരം കൊടുത്തത്. അതായത് അവിടുത്തെ തുറമുഖത്തിന്റെ ഇങ്ങനെ മുസ്ലിങ്ങളും അറബികളും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സാമൂഹികന്മാരുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോടിന് ഒരു നല്ല കച്ചവട തുറമുഖമാക്കി മാറ്റി. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഇതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റും വൻതോതിൽ കച്ചവടം ചെയ്ത് വയ്ക്കുന്നതാണ് ഈ പറഞ്ഞ ഭൂപ്രദേശങ്ങളും വൻതോതിൽ. ഈ തരത്തിലുള്ള ഒരു സംഭവ വികാസം നമ്മൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ്. ഇതൊക്കെ വളരെ വലിയ കോഴിക്കോടിന് വളരെ ലോക ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതൊക്കെ തകരാനും തുടങ്ങിയില്ല. അതിന് തുടക്കം തീർന്നു 1498 വാസ്കോ ഡി ഗാമ. ആദ്യം വാസ്കോ ഡി ഗാമയും സാമൂഹിക രാജാവും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. പക്ഷെ അതധികമൊന്നും നിലനിന്നു. ഇവിടെ വലിയ മെച്ചൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വാസ്കോ ഡി ഗാമ കൊച്ചിയിലേക്ക്. കൊച്ചി രാജാവ് ഈ സാമൂഹിക രാജാവും തമ്മിലുള്ള ശത്രുതയും യുദ്ധവും അതിൽ ഈ പോർച്ചുഗീസുകാരുടെ പങ്കും അങ്ങനെ പിന്നെ പോർച്ചുഗീസുകാരും സാമൂഹികരും തമ്മിലുള്ള യുദ്ധങ്ങളും സന്ധികളും പ്രശ്നങ്ങളും ആകെ അന്തരീക്ഷം വളരെ മോശമാവും. കൊച്ചി രാജാവുമായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ സാമൂഹിക രാജാവിന് ഒരുപാട് മുൻതൂക്കം കിട്ടും. പക്ഷെ പോർച്ചുഗീസുകാരും കൂടി അവരുടെ കൂടെ കുറച്ചും കൂടി പ്രശ്നം. അങ്ങനെ പോർച്ചുഗീസുകാരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഡച്ചുകാർ, അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷുകാർ വരും. അതിന്റെയൊക്കെ ഇടയിൽ എന്ത് സംഭവിച്ചറിയോ, ഹൈദരാലിയുടെ വരെ ഹൈദരാലി പലതവണ സാമൂതിരി രാജാണ്. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നത്, 1766 ഹൈദരാലി സാമൂതിരി രാജാവിന്റെ കോട്ട. ഇപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ എന്താ പറയാ LIC ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിന് കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് അവിടെയായിരുന്നു ഇവരുടെ കൊട്ടായിരുന്നു. ഈ പാലസ് ഹൈദരാലിയുടെ പട്ടാളക്കാര് രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ലാത്ത ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ, സ്ത്രീകളും ചില ബന്ധുക്കളൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ അയച്ചിട്ട് ഇദ്ദേഹം വെടിമരുന്നിറക്കി തീക്കൊളുത്തി ആത്മഹത്യ ചെയ്യും. ആകെ അതോടുകൂടി ആ കൊട്ടാരം. ഇതിനു മുമ്പേ ഇദ്ദേഹത്തിന്റെ ഭരണം വളരെ ദുർബലാവും, ഒരുപാട് ആക്രമണങ്ങൾ വരും. അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യം. അതിനു മുമ്പ് കുഞ്ഞാലി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മോശമാവും. കാരണം ഇദ്ദേഹം കുഞ്ഞാലിക്കെതിരായിട്ട് പോർച്ചുഗീസുകാരായിട്ട് സന്ധ്യാവെന്നും പോർച്ചുഗീസുകാർ കുഞ്ഞാലിനെ പിടിച്ച് കൊല്ലുന്നു. അപ്പൊ ഇതൊക്കെ അന്തരീക്ഷങ്ങളൊക്കെ ആകെ വളരെ മോശം. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രമേണ ഇപ്പോ പെരുമാക്കന്മാര് പോയതിനു ശേഷം ക്രമേണ കോഴിക്കോടുക്കെതിരമായി, അതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സാമൂഹ്യ രാജാക്കന്മാരുടെ വരികരുത്, ഈ പ്രദേശങ്ങളിൽ മൊത്തത്തിൽ ഒരു അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവുകയും പിന്നെ ഒരു പ്രത്യേക ഘട്ടം മുതൽക്ക് അത് പ്രശ്നത്തിലേക്ക് ആവുകയും ഇവിടെ ആകെ മോശമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. ഏകദേശം എനിക്ക് തോന്നുന്നത് അതേപോലെയൊക്കെയാണ് നമ്മുടെ കേരള സ്കൂളിന്റെയും വളർച്ചയും തകർച്ചയും. ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതൊക്കെ എത്രത്തോളം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞ ബന്ധം 100% ഇപ്പൊ ചരിത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഗണിതശാസ്ത്രത്തിൽ പ്രതിഫലിച്ചോളൊന്നുമില്ല. കാരണം ഗണിതശാസ്ത്രത്തിൽ ഇപ്പൊ വളരെ മോശമായ സമയത്ത് ഗണിതശാസ്ത്രകാരന്മാരെ ചിലപ്പോൾ നയിച്ചിരുന്നില്ല. മാത്രമല്ല യുദ്ധം ചിലപ്പോൾ ചില സമയത്തൊക്കെ ഗണിതശാസ്ത്രം പ്രോത്സാഹിപ്പിച്ചൊന്നും വരാം. പല നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഒരേപോലെ കറസ്പോണ്ടൻസ് നമ്മൾ അമിതമായി പ്രതീക്ഷിക്കേണ്ട ആവശ്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ഈ സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ വളർച്ചയും പിന്നെ ഒരു തളർച്ചയൊക്കെ ഏകദേശം നമ്മുടെ കേരള സ്കൂളിന്റെ തളർച്ചയായിട്ട് ഏകദേശം സാമ്യപ്പെട്ടിരിക്കും. ഇങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങളെ കാണേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പോഴും ഈ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വെറും അതിനെ ഗണിതശാസ്ത്രത്തിനുള്ളിൽ വെച്ച് മാത്രം പഠിക്കുന്നത് ശരിയാവില്ല. കാരണം ഗണിതശാസ്ത്രം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമല്ല. മറ്റ് ശാസ്ത്രങ്ങളുമായിട്ടും ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതമായിട്ടും ഒക്കെ ഒരുപാട് ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ഈ ഗണിതശാസ്ത്രത്തിനെ പ്രോത്സാഹിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനൊക്കെ ഉള്ള സാധനം. ആ ഒരു രീതിയിൽ കൂടി വേണം ഗണിതശാസ്ത്രം. അപ്പം ഈ ഇന്നത്തെ പ്രഭാഷണം നമ്മൾ നിർത്തുകയാണ്.